പണ്ട് മുതലേ തന്നെ എനിക്ക് മീൻ മുറിക്കാനൊന്നും ഒരു മടി ഉണ്ടായിരുന്നില്ല. മീൻ മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പഠിക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ മടി. അപ്പോൾ എൻ്റെ ഉമ്മയും അമ്മായിയൊക്കെ മീൻ മുറിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ മുറിക്കാനൊക്കെ പറയും. അപ്പോൾ അവരെന്നോട് പറയും നീ പോയിരുന്ന് പഠിക്കുന്നു പറയും. അവരാ പഠിക്കാൻ പറഞ്ഞ സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും നല്ലൊരു പൊസിഷനിൽ നിന്നേനായിരുന്നു. അതൊക്കെ പോട്ടെ. ഇപ്പം എന്ന് പറയാനായിട്ട് ഞാനിപ്പോൾ വാടകയ്ക്കാണല്ലോ താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പ്രശ്നങ്ങളായിട്ട് മാറി താമസിച്ച് ഇപ്പോൾ ഒറ്റക്കാണ് താമസിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് കുക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ എനിക്കെപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുണ്ടാക്കുന്ന ഫുഡ്, അതായത് എൻ്റെ ഉമ്മയും അമ്മായിക്ക് ഉണ്ടാക്കുന്ന ഫുഡ്, അല്ലെങ്കിൽ എൻ്റെ ഇത്താത്ത ഉണ്ടാക്കുന്ന ഫുഡ്, അതിനോടൊക്കെയാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ചെന്നപ്പോൾ അടുത്ത് എൻ്റെ അമ്മായിയും ഉണ്ടാക്കുന്ന ഫുഡിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അമ്മായിയമ്മ ചേർക്കുന്നതൊന്നും ചേർക്കില്ല, പിന്നെ ഒട്ടും എരിവിടില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു കറി വെക്കുകയാണെങ്കിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആൾ ചേർക്കില്ല. കുറച്ച് സവോള വെട്ടി കഴിഞ്ഞിടും. പിന്നെ ഓയിലൊക്കെ വളരെ കുറച്ച് ഒഴിക്കുള്ളൂ. പിന്നെ എരിവ് കുറവായിരിക്കും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കടത്ത് കഴിച്ച് ആ ഒരു പണി തീർത്ത് പുള്ളിക്കാരത്തിയുടെ കാര്യം നോക്കണം, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. കഴിക്കാനൊക്കെ ഇഷ്ടംപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. പക്ഷേ ഇതാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അമ്മായിമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മ ഉണ്ടാക്കുന്ന ചില ഫുഡുകളൊക്കെ ആൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഞാനത് വീണ്ടും ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അടുത്ത സ്റ്റോറി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.